വിശദമായ വാർത്തയിലേക്കാണ്. പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ച അർജുൻ ആയങ്കിക്കായി തെരച്ചിൽ തുടരുന്നു. കർണാടകയിലേക്ക് കടന്നുവന്ന പ്രചരണം തള്ളി പോലീസ്. അതിനിടെ എടപ്പാളിലെ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലെ കഫയിൽ നിന്നുള്ള അർജുൻ ആയങ്കിയുടെ സംഘത്തിന്റെയും CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. KJ ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്നാലും പോലീസിനെ കബളിപ്പിച്ച അർജുൻ ആയങ്കി ഇപ്പോഴും കാണാമറയത്ത് തുടരുകയാണ്. എങ്കിലും താൻ കേരളത്തിൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിനായി CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തേക്ക് വരികയാണ്. ഏത് രീതിയിലാണ് പോലീസ് അന്വേഷണം അടക്കം പുരോഗമിക്കുന്നത്? കേരള പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ച അർജുൻ ആയങ്കി സമൂഹ മാധ്യമങ്ങളിൽ ആക്റ്റീവാണ്. പക്ഷേ ആ ആക്റ്റീവായ അർജുൻ ആയങ്കിയെ പിടികൂടാൻ കേരള പോലീസിന് കഴിയുന്നില്ല. ഇരുട്ടിൽ തപ്പുകയാണ് ഇപ്പോൾ കേരള പോലീസ്. ഇന്നലെ തൃശ്ശൂരിൽ തന്നെയായിരുന്നു പട്ടാപ്പകൽ അർജുൻ ആയങ്കി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് അർജുൻ ആയങ്കിയെ പിടിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അർജുൻ ആയങ്കിക്കായുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൂടുതലും ഇത്തരത്തിലുള്ള പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്ന് എടപ്പാളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അത് കഴിഞ്ഞ 5-ാം തീയതിയായിരുന്നു എടപ്പാളിൽ ഒരു ആയുർവേദ ആശുപത്രിയിൽ ഈ അർജുൻ ആയങ്കി അതിന് സമീപം എത്തുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നത്. ഈ കാലയളവിലെല്ലാം അർജുൻ ആയങ്കി ഒളിവിലാണ്. CAയെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുമ്പോഴായിരുന്നു ഈ അർജുൻ ആയങ്കി. ആ സമയങ്ങളിലാണ് അർജുൻ ആയങ്കിയും ഒരു SIയെയും CAയെയും എല്ലാം ഈ സമൂഹ മാധ്യമങ്ങൾ വഴി ഭീഷണിപ്പെടുത്തുന്ന ആ സമയത്ത് പോലീസ് വലിയ രീതിയിൽ ഈ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആ സമയത്തായിരുന്നു അർജുൻ ആയങ്കി അവിടെ ചായയും കുടിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വലിയ തിരച്ചിൽ നടക്കുന്നു. അതിനിടയിൽ ചില പോലീസിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന വിവരങ്ങൾ അർജുൻ ആയങ്കി ഇന്നലെ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അഖിൽ ഉൾപ്പെടെയുള്ളവരെ പിടികൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നു. പക്ഷേ ഇന്ന് പോലീസിൻ്റെ വാദം ഈ അർജുൻ ആയങ്കി തൃശ്ശൂർ ജില്ല കടന്നിട്ടുണ്ട്. അവിടെ നിന്നും അദ്ദേഹം മറ്റൊരു പ്രദേശത്തേക്ക് മാറിയിട്ടുണ്ട്. തങ്ങളുടെ നിരീക്ഷണത്തിലാണ് അർജുൻ ആയങ്കി ഉള്ളതെന്നാണ് പോലീസിൻ്റെ അവകാശവാദം. അതോടൊപ്പം തന്നെ പോലീസ് മറ്റൊരു കാര്യവും തള്ളുന്നുണ്ട്. അർജുൻ ആയങ്കി കേരളം വിട്ടിട്ടില്ല. കാരണം അങ്ങനെ ഒരു വിവരവും പുറത്തു വന്നിരുന്നു. അർജുൻ ആയങ്കി കർണാടകയിലേക്ക് കടക്കുകയും ഇപ്പോൾ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ജാമ്യാപേക്ഷയെല്ലാം തള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റൊരു സംസ്ഥാനത്തിൽ അഭയം പ്രാപിച്ച് അവിടെ നിന്ന് സുപ്രീം കോടതിയിൽ ഈ ഇത്തരത്തിലുള്ള ജാമ്യാപേക്ഷയുമായി കടക്കാനുള്ള നീക്കങ്ങളായിരുന്നു അർജുൻ ആയങ്കിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന രീതിയിലുള്ള വാർത്തകൾ പൂർണ്ണമായി തന്നെ കേരള പോലീസ് തള്ളുകയാണ്. അർജുൻ ആയങ്കി ഈ ജില്ല കടന്നിട്ടില്ല, ഈ കേരളം കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കടക്കാതിരിക്കാനുള്ള വലിയ രീതിയിലുള്ള മുൻകരുതലുകൾ തങ്ങൾ എടുത്തിട്ടുണ്ട്. അതിർത്തി പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള പരിശോധന നടത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് അവകാശപ്പെടുന്നത്. എന്തായാലും കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായി ഇത് മാറുകയാണ്. കാരണം മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. എന്നിട്ടും ഇപ്പോൾ മണിക്കൂറുകൾ കഴിയുന്നു ആ സംഘം രൂപീകരിച്ചിട്ട്. എന്നിട്ടും ഈ നഗരപ്രദേശങ്ങളിൽ കാറിലൂടെ ഈ പട്ടാപ്പകൽ സഞ്ചരിച്ചിട്ടും സമൂഹ മാധ്യമങ്ങളിൽ പോലീസിനെയും ആഭ്യന്തരമന്ത്രിയും തുടർച്ചയായി വെല്ലുവിളിച്ചിട്ടും, കാരണം ഓരോ നിമിഷങ്ങളും പരിശോധിച്ചെല്ലാം അറിയാം, ഒരു 2 മണിക്കൂറും 3 മണിക്കൂറും ഇടവിട്ടെല്ലാം ഈ അർജുൻ ആയങ്കി ഈ തൻ്റെ നിലപാടുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലൂടെയും അറിയിക്കുകയും ഈ വാർത്തകൾ നൽകുന്ന ഈ ചാനലുകളുടെ ഈ യൂട്യൂബ് അതോടൊപ്പം തന്നെ മറ്റ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഈ വാർത്തയ്ക്കെതിരായും അതോടൊപ്പം തന്നെ ഈ മന്ത്രിക്കെതിരായും എല്ലാം ആക്ഷേപിക്കുന്ന പരിഹാസമായ ഈ കമൻറ്റുകളുമായെല്ലാം രംഗത്ത് വരുന്നതും ഇപ്പോൾ തുടരുകയാണ്. അതോടൊപ്പം തന്നെ പോലീസ് സംശയിക്കുന്നത് ഈ അക്കൗണ്ടുകൾ അർജുൻ ആയങ്കിയാണോ ഉപയോഗിക്കുന്നത്, അതോടൊപ്പം ഈ അർജുൻ ആയങ്കിയോടൊപ്പമുള്ള മറ്റുള്ളവരാണോ ഉപയോഗിക്കുന്നതെന്ന സംശയവും പോലീസ് വച്ചു പുലർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് 21-ലധികം അർജുൻ ആയങ്കിയുടെ സുഹൃത്തുക്കളായ 21-ലധികം ആൾക്കാരെയാണ് പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. സുഹൃത്തുക്കളടക്കം ഗുണ്ടകളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇവരിലൂടെ അർജുൻ ആയങ്കിയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ പോലീസ് വിശ്വസിക്കുന്നത്. ശരിതലം സംസ്ഥാനമൊട്ടാകെ അർജുൻ ആയങ്കിക്കായുള്ള തെരച്ചിൽ പോലീസ് പുരോഗമിക്കുമ്പോഴും എടപ്പാളിലെ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലെ കഫയിൽ നിന്നുള്ള അർജുൻ ആയങ്കിയുടെ സംഘത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വരുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്